കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല. കുട്ടികളിൽ കാണുന്ന വാശി, ഉറക്കക്കുറവ്, വൈകല്യങ്ങൾ, ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത്. ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ. കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയാട്രീഷ്യന്റെ സേവനം ലഭ്യമാണ്. കൂടാതെ ഓർത്തോ, സ്കിൻ, ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി, ENT, ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും. ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ, അഫിലിയേറ്റ് PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ബസ് സ്റ്റാൻഡിന് സമീപം, മെയിൻ റോഡ്, ചേലക്കര. ഫോൺ 8714852375 9747252375. കരുവന്നൂർ കേസ് കുറ്റപത്രത്തിലെ വിശദാംശങ്ങൾ തള്ളി കെ രാധാകൃഷ്ണൻ. എന്താണ് EDയുടെ കുറ്റപത്രത്തിലെന്ന് മനസ്സിലാക്കാനായിട്ടില്ലെന്ന് കെ രാധാകൃഷ്ണൻ MP. മാർച്ച് 17 തന്നെ ED ആവശ്യപ്പെട്ട എല്ലാ രേഖകളും കൈമാറിയിരുന്നതായും ഏപ്രിൽ 8 മൊഴി കൊടുത്തതെന്നും ചോദ്യങ്ങൾ വളരെ സൗഹാർദ്ദപരമായിരുന്നുവെന്നും അവർ പിറ്റേ ദിവസം തന്നെ പ്രതിയാക്കേണ്ട സാഹചര്യമില്ലെന്ന് മാധ്യമങ്ങൾക്ക് വാർത്ത നൽകിയിരുന്നതായും MP പറഞ്ഞു. ഇപ്പോഴത്തെ നടപടികളുടെ ലക്ഷ്യം CPMനെ തകർക്കുക എന്നതാണെന്നും ജനങ്ങൾക്കിടയിൽ CPM അഴിമതിക്കാരാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഇതിന് പിന്നിലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇക്കാര്യത്തിൽ യാതൊരു വേവലാതിയുമില്ലെന്നും പാർട്ടിയുമായി ആലോചിച്ച നിയമപരമായും രാഷ്ട്രീയപരമായും വിഷയത്തെ നേരിടുമെന്നും MP. CPMനെ സംബന്ധിച്ചും പൊതുപ്രവർത്തകരെ സംബന്ധിച്ചും മനുഷ്യന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുമെന്നും ലോൺ തരപ്പെടുത്തി നൽകിയെന്ന് പറയുന്നത് പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമാണെന്നും സാധാരണ മനുഷ്യർ എന്താവശ്യപ്പെട്ടാലും പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ചെയ്യുമെന്നും വടക്കാഞ്ചേരിയിൽ മാധ്യമങ്ങളെ കണ്ട കെ രാധാകൃഷ്ണൻ MP പറഞ്ഞു. ഏപ്രിൽ 8 EDയുടെ മുമ്പിൽ മൊഴി കൊടുക്കാൻ വേണ്ടി ഞാൻ ചെന്നത്. വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. കൃത്യമായിട്ട് മറുപടിയും കൊടുത്തു. അതിലവർ സാറ്റിസ്ഫൈ ചെയ്യാണ്. അവർ അവസാനം പറഞ്ഞു ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്, യാതൊരു തരത്തിലുള്ള ക്രമക്കേടുകളും ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് ഇതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടിയാണ് എന്നെ യാത്ര ചെയ്തത്. അതിൻ്റെ പിറ്റേ ദിവസം ഒരുപക്ഷെ അവർ തന്നെ കൊടുത്തായിരിക്കും എന്നെ പ്രതിയാക്കില്ല എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അത് ഒക്കെ ആണെങ്കിലും ചിലപ്പോൾ പ്രതിയാക്കാനുള്ള സാധ്യതകൾ ഇങ്ങനെ മർമറിങ് ക്യാമ്പയിനിലുണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് CPMന് അല്ലെങ്കിൽ ഇടതുപക്ഷം നേതൃത്വം കൊടുക്കുന്ന CPMനെ തകർക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലെ ലക്ഷ്യം. നമുക്കറിയാം, ബംഗാളിലും ത്രിപുരയിലും ഇടതുപക്ഷ ഗവൺമെൻറ്റുകളുണ്ടായിരുന്നു. ഇനി ഇന്ത്യയിൽ അവശേഷിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ് എന്ന് പറയുന്നത് കേരളത്തിലാണ്. അപ്പോൾ ആ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ കൂടി തകർക്കുക, അതിനെ തകർക്കണമെന്നുണ്ടെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന CPMനെ തകർക്കുകയാണ്. അപ്പോൾ CPMനെ തകർക്കുന്ന പല പദ്ധതികളും പ്ലാൻ ചെയ്യുന്നു. അതിൽ ഒന്നാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കൊണ്ട് പാർട്ടിയുടെ പ്രവർത്തനത്തിന് തടസ്സമുണ്ടാക്കാൻ രീതിയിൽ അല്ലെങ്കിൽ ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണ്. CPMൻ്റെ നേതാക്കളെല്ലാം അഴിമതിക്കാരാണ്, കൊള്ളക്കാരാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ബോധപൂർവ്വമുള്ള ഒരു ശ്രമം ഇതിന് പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ടത്. ഇത് ഇപ്പോൾ തുടങ്ങിയതല്ല. എക്കാലത്തും അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. CPMൻ്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ വേണ്ടിയുള്ള പല ഇടപെടലും പല ഭാഗത്തുണ്ടായിരുന്നു. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഈ CPM മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ അതിജീവിക്കാനുള്ള ഇടപെടൽ CPMൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വ്യക്തിപരമായിട്ട് ഓരോരുത്തരെയും തേജോധനം ചെയ്യാൻ കഴിയുമെന്നാണ് നോക്കുന്നത്. അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നല്ലപോലെ അറിയാം. നമ്മുടെ പ്രവർത്തനങ്ങൾ എന്താണ് എന്ന് നല്ലപോലെ മനസ്സിലാക്കുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ നമുക്ക് യാതൊരു വേവലാതിയില്ല. കോടതിയിൽ എന്താണ് ED റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് അത് മനസ്സിലാക്കി ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തും. പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങൾ തീരുമാനപരമായിട്ട് നിയമപരമായിട്ട് വേണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നിയമത്തിൻ്റെ മുമ്പിൽ നിയമപരമായിട്ട് തന്നെയല്ലേ നേരിടണം. നിയമപരമായിട്ട് നേരും. ഇതിന് രാഷ്ട്രീയമായിട്ടുള്ള ഒരു തീരുമാനം ഇതിന് പിന്നിലുണ്ട്. എങ്ങനെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ CPMനെയും ഗവൺമെൻറ്റിനെയും തകർക്കുക എന്നുള്ള നിലപാടുണ്ട്. അതിനെയും രാഷ്ട്രീയമായിട്ട് തന്നെ നേരിടുന്നു. രണ്ട് രീതിയിലും രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും ഇക്കാര്യത്തിൽ
ആവുന്നത്ര എന്തൊക്കെയാണ് ഇടപെടാൻ കഴിയുക അതെല്ലാം ഇടപെടാൻ വേണ്ടിയുള്ള നടപടി ചെയ്യും. ലോൺ തരപ്പെടുത്തി കൊടുക്കാനും ഇടപെട്ടു. 2016 തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി സമയത്ത് ലോൺ തരപ്പെടുത്തി കൊടുക്കാൻ ഇടപെട്ടു. അതിലൂടെ അത് CPM-നെ സംബന്ധിച്ചിടത്തോളം, പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ ആവശ്യങ്ങളായിട്ട് നമ്മുടെ മുന്നിൽ വരുന്ന ആളുകൾക്ക് ഒരു സഹായം ചെയ്തു കൊടുക്കാതിരിക്കുക എന്നുള്ള നിലപാടല്ല. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും വിളിച്ചു പറയേണ്ടി വരും. ഒരുപക്ഷെ അതിൽ മനുഷ്യനെ സംരക്ഷിക്കേണ്ട അല്ലെങ്കിൽ അവരെ സേവിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ടല്ലോ. ഒരു മനുഷ്യൻ ഏറ്റവും അല്ലെങ്കിൽ പിന്നെന്താ പറയുക, അവരുടെ അടുത്ത് ചെന്നു ഒന്ന് വിളിച്ചു പറയാൻ പറഞ്ഞ് ചെയ്യുന്നില്ല. അവർ ആത്മഹത്യ ചെയ്താൽ അല്ലെങ്കിൽ അവർ എന്തെങ്കിലും സംഭവിച്ചാൽ ഉടനെ പറയില്ല. അങ്ങനെ ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ഒരു മനുഷ്യൻ സഹായമായിട്ട് ഏത് തരത്തിലുള്ള സഹായമാവട്ടെ വരുമ്പോൾ അത് വല്ലാത്ത കുറ്റവാളികളല്ല എന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ പൊതുപ്രവർത്തകരുടെ ചുമതലയാണ്. ആ ചുമതല മാത്രമാണ് അത് നിർവഹിക്കുന്നത്. ആ ചുമതല നിർവഹിച്ചില്ലെങ്കിൽ നമ്മൾ പൊതുപ്രവർത്തകരാന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അത് പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് മനുഷ്യനെ സഹായിക്കുക എന്നുള്ളത്. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് അവരെ സഹായിക്കുക എന്നുള്ളത് പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് മാത്രമല്ലാതെ എന്തെങ്കിലും അതിലൂടെ നമുക്ക് സ്വന്തമായിട്ട് നേട്ടമുണ്ടാക്കിയോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. അങ്ങനെ സ്വന്തമായി നേട്ടമുണ്ടാക്കുന്ന ഒരു കാര്യത്തിലും ഇടപെട്ടിട്ടില്ല, ഒരാൾക്ക് വേണ്ടിയും ഇടപെട്ടില്ല. അത് 100% സത്യസന്ധമായിട്ട് നമുക്ക് പറയാനും കഴിയും. സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. വീടും സ്ഥലവും വിൽപ്പനയ്ക്ക്. ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും 40 മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി 3 ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോട് കൂടിയ 2 നില വീടും 48 സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക്. സ്ഥലത്ത് തെങ്ങ്, മറ്റു ഫലവൃക്ഷങ്ങൾ, വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും. ആവശ്യക്കാർ ബന്ധപ്പെടുക. ഫോൺ 9539 403680, 9497 179359.